സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെ ഉത്ഥാനം നമ്മളുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശയും സമാധാനവും നൽകുന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പം നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഇന്ന് ഭൂമിയിൽ തിരുസഭ ആയിരിക്കുമ്പോൾ നമ്മളുടെ ആത്മാവിൽ ഒന്ന് വസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ ആൽബനിയിൽ പ്രിൻസിൻ്റെ വീട്ടിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. വളരെ ആത്മീയ അനുഭവത്തിൽ കർത്താവ് നമ്മളെ നയിച്ചു. ഈശോയുടെ ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആദിമ സഭ ഏതാണ്ട് ഇതുപോലെ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് വലിയ പ്രത്യാശയോടെയും ഒരു പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം പൗലോസിൻ്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വിജാതിയുടെ ഇടയിലേക്ക് അവർ പോയി. ഗ്രീസിലും ആഥൻസിലും അതിനുശേഷം കൊറിയന്തിലും ഒക്കെ പോയി കർത്താവിൻ്റെ സാക്ഷികളായിട്ട് അവർ യേശുവിൻ്റെ അനേക സിനഗോഗുകളിൽ പോയി പ്രസംഗിച്ചുകൊണ്ട് യേശുവാണ് യഥാർത്ഥത്തിൽ ദൈവം ഇസ്രായേലിനോട് വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തു എന്ന് സമർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി വാദിച്ചുകൊണ്ട് അവർ യേശുവിനെ അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന സംഭവമാണെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വായന. ശരിക്കും ഇന്ന് ഉത്ഥാനം കഴിഞ്ഞിട്ട് 40 ദിവസം തികയുന്ന ദിവസമാണ്. സ്വർഗാരോഹണം തിരുനാളായിട്ട് ഞായറാഴ്ചയാണ് നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റു പല ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ആ ഒരു രീതിയിലാണ്, അതായത് കർത്താവിൻ്റെ മരണത്തിന് മുമ്പായിട്ട് യോഹന്നാൻ 16 തൊട്ടുള്ള വചനങ്ങളാണ് ഇന്ന് ഈ ആഗോള സഭയിലെ ഒരു ഓപ്ഷൻ, വിശുദ്ധ കുർബാനയുടെ വായനയിലും സുവിശേഷത്തിലും. അപ്പോൾ ആദിമ സഭയെ പൗലോസ് പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യേശു ക്രിസ്തുവാണ്, യേശു കർത്താവാണ്, യേശുവാണ് ഇസ്രായേലിനോട് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തു എന്ന് വാദിച്ചുകൊണ്ട് പഴയ പല നിയമങ്ങളും പ്രവാചക ഗ്രന്ഥങ്ങളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചിലരൊക്കെ ഉൾക്കൊണ്ട്, പക്ഷെ ചിലരൊക്കെ അവരെ ശക്തമായിട്ട് എതിർത്തു. കാരണം നമുക്കറിയാം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചിന്ത ഇതായിരുന്നു, ഇസ്രായേൽ എപ്പോഴും മിക്കവാറും ഒക്കെ പല രാജ്യങ്ങളുടെ അടിമത്തത്തിലേക്ക് പോയവരാണ്. ഈജിപ്തിൽ ഇന്ന് സങ്കീർത്തനം 105 ചിക്കാഗോയിൽ നിന്ന് ഇലിനോയ് സ്റ്റേറ്റിന് വേണ്ടി മേരി ജെയ്ക്ക് പണിയപ്പെടുന്ന പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ സങ്കീർത്തനം 105 അബ്രാഹത്തിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം അവരെ വഴി നടത്തിയ ഈജിപ്തിലേക്ക് അവർ പോയപ്പോൾ ഈജിപ്തിൽ നിന്നും അത്ഭുതകരമായ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചുകൊണ്ട് അവരെ മോശയുടെ നേതൃത്വത്തിൽ അവരെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സങ്കീർത്തനം 105 നമ്മൾ ധ്യാനിച്ചു. കർത്താവ് അത്ഭുതകരമായി നടത്തിയ ദൈവം അന്ന് ഈജിപ്തിൽ നിന്നും അടിമത്തിൽ നിന്നും ഫറവോയുടെ അടിമത്തിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ട് അവരെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയ അതേ ദൈവം തന്നെയാണ് എപ്പോഴും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് മാറ്റമില്ല. ആ അന്ന് വിടുവിച്ച ദൈവം ഇന്നും നമ്മളുടെ കൂടെ നമ്മളെ നയിക്കുന്നൊരു ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ ഒരു വചനമാണ് നമ്മളെപ്പോഴും 18 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. മത്തായി 28 ഈശോ പറഞ്ഞിട്ടുണ്ട്, ലോക അവസാനം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. നമ്മൾ ഇന്നലെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് ലീന കൊടുത്തതായിരുന്നു. കർത്താവിൻ്റെ കല്ലറയിലേക്ക് അവരെത്തി നോക്കിയപ്പോൾ ആ കല്ലറ ശൂന്യമായിരുന്നു. പക്ഷേ ഇന്ന് അതുപോലെ ആ ശൂന്യമായ കല്ലറ പോലെയാണ് ഇന്ന് മനുഷ്യഹൃദയങ്ങൾ, പലരുടെയും ഹൃദയങ്ങൾ ഇന്ന് കല്ലറ ശൂന്യമായി കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശു കല്ലറയിൽ കിടന്നതല്ല, അവന് മരിച്ചു ഉയർത്ത് ഉത്ഥാനം ചെയ്തു. അത് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. 40-ാം ദിവസം ആ ആരോഹണം ചെയ്തു പോയ കർത്താവ് അവരുടെ ശൂന്യമായ ആത്മാവിലേക്ക്, അല്ലെ ഹൃദയങ്ങളിലേക്ക് പെന്തക്കോസ്താ നാളിൽ ശൂന്യമായ കല്ലറയിൽ നിന്നും പുറപ്പെട്ടു പോയ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയി. അവിടെ നിന്നും പെന്തക്കോസ്താ നാളിൽ ശൂന്യമായ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറഞ്ഞ ഒരു അനുഭവമാണ് പെന്തക്കോസ്ത. അപ്പോൾ ഇന്ന് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അറിയേണ്ടത് നമ്മുടെ ഹൃദയം ശൂന്യമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവൻ ആത്മാവായി നമ്മുടെ ഉള്ളിൽ, അതായത് ആത്മാവിന് മാത്രമേ ഒരു വ്യക്തിയുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കാൻ പറ്റുള്ളൂ. അതൊരു മേഖലയാണ്. ശരീരത്തിൽ നമ്മൾ കുടുംബാംഗങ്ങൾ, ബന്ധുക്കളും ഒക്കെ നമ്മൾ ഒന്നിച്ചല്ലേ, സുഹൃത്തുക്കൾ ഒന്നിച്ച് കാണുമ്പോൾ നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് സന്തോഷിക്കുന്നു, കൂട്ടായ്മയായിട്ട് ആചരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ ശരീരത്തിൽ നമുക്ക് ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ആത്മാവ് അപ്പോഴും അസ്വസ്ഥമാണ്. പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ,
ഈജിപ്തിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കിയപ്പോൾ മുതൽ മനുഷ്യൻ അലഞ്ഞു തിരികെയാണ്. ഉള്ളിൽ ആത്മാവായ നമ്മുടെ ഉള്ളിലെ ആത്മാവ് അസ്വസ്ഥമാണ്. നമ്മുടെ ഉള്ളിലെ ആത്മാവിലേക്ക് ദൈവത്തിന് വരാൻ പറ്റാതെ അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ അവൻ്റെ ആത്മാവിൽ വന്ന് നിറയണമെങ്കിൽ അവൻ്റെ രണ്ട് കടമ്പയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്, ശരീരവും മനസ്സുമാണ് എപ്പോഴും ലോകത്തിൻ്റെതായ ചിന്തകളിൽ മുഴുകി, എപ്പോഴും ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദേഷ്യവും വാശിയും വൈരാഗ്യവും വിദ്വേഷവും ജഡിക മോഹങ്ങളും പാപസ്വാദ് എല്ലാമായിട്ട് അതിൽ മുഴുകി ഈ ആത്മാവിനെ അവഗണിച്ചുകൊണ്ട് പോയ ആത്മാവിന് അല്ല ഇങ്ങനെ പറയാം, നമ്മൾ പലപ്പോഴും ചിന്തില്ല, 3 തലങ്ങളാണ്, ശരീരവും മനസ്സും ആത്മാവും. ഇപ്പോൾ ഒരു 3 കാലുള്ള വട്ടമേശ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്. 3 കാലുള്ള വട്ടമേശ നമുക്കറിയാം. അതിന് 3 കാല്, ആ 3 കാല് ഒരുപോലെ ശക്തി ഉള്ളതാണ്, നീളം ഉള്ളതാണെങ്കിൽ മാത്രമേ ആ മേശ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സാധാരണ എപ്പോഴും കൂടുതൽ തകർച്ച ഉണ്ടാകുന്നത് ആത്മീയ മേഖലയിലാണ്. ബാക്കി ശരീരത്തിൻ്റെ മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യൻ നമ്മൾ ശരീരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ ബോധപൂർവമാണ്, അല്ലേ? നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം നമ്മൾ കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നു, ശരീരത്തിന് സന്തോഷമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടുകയാണ്. അതേസമയം തന്നെ മനസ്സിൻ്റെ അത് തന്നെയാണ്. മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ടൂറിന് പോകുന്നു, നമ്മൾ വെക്കേഷന് പോകുന്നു, നമ്മൾ മൂവിക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുന്നു, എല്ലാം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. പക്ഷെ നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ അവഗണിച്ച് കിടക്കുകയാണ്. ഇസ്രായേൽ മക്കൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അസ്ഥികളുടെ താഴ്വര എന്നൊക്കെ കഥാ പറയുന്നത് ഇസ്രായേൽ ജനമാണ്, അസ്ഥിപഞ്ചരം പോലെ ആയിരിക്കുന്നു. അവരുടെ ആത്മാവിന് ഭക്ഷണം കിട്ടുക. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ചില്ല കുറേ കഴിയുമ്പോൾ മെലിഞ്ഞ് എല്ലും തോലുമായ മനുഷ്യരൂപങ്ങളെ കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതെ ശരീരത്തിൽ. അതുപോലെ നമ്മുടെ ശരീരം നന്നായിട്ട് കൊഴുത്തിരിക്കുമ്പോഴും മനസ്സിൽ നല്ല അടിച്ചു പൊളിച്ച് ലോകത്തിലിരിക്കുമ്പോഴും നമ്മുടെ ആത്മാവ് പലപ്പോഴും ഭക്ഷണം കിട്ടാതെ, ആത്മാവിൻ്റെ ഭക്ഷണം നമുക്കറിയാം, ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. നമ്മളെപ്പോഴും ചിന്തിക്കാം, ആ സഭാപ്രസംഗന് 11:5 പറയുന്നില്ലേ, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ അണ്ടവും ബീജവും ഒന്നായപ്പോൾ, ആ ഭ്രൂണം ആയപ്പോൾ അതിന് ജീവൻ നൽകാനായ ദൈവത്തിൻ്റെ ഒരു ചൈതന്യം അതിലേക്ക് ദൈവം നിവേശിപ്പിച്ചു. അത് നമ്മുടെ ആത്മാവ്. അപ്പോൾ നമ്മുടെ ഈ ആത്മാവിൻ്റെ മേഖലയെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് നമ്മളതിനെ പലപ്പോഴും അവഗണിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും മമ്മി ഡാഡി അല്ലെങ്കിൽ ഗ്രാൻഡ്മ എനിക്ക് വിശക്കുന്നെന്ന് കുഞ്ഞുങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓടി ചെന്ന് അവർക്ക് അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വിശന്നിരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മുടെ ദൈവത്തിൻ്റെ കുഞ്ഞായ നമ്മൾ പലപ്പോഴും ഓർപ്പിച്ചാണ്, നമ്മൾ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും കുഞ്ഞുങ്ങളാണ്, അല്ലേ? നമ്മളെത്ര പ്രായമായാലും നമ്മുടെ അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയാൽ നമ്മളവരെ ഓർക്കുന്നു. അപ്പച്ചനും അമ്മച്ചിയും അമ്മയും അപ്പം എന്നൊക്കെ വിളിച്ച് നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഈ ആത്മാവിൻ്റെ പിതാവ് ദൈവമാണ്. നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് കിട്ടി, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. ആണ് സഭാപ്രസംഗൻ 11:5 പറഞ്ഞത്, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്നെന്നറിയുന്നത് എങ്ങനെയെന്ന് ആരും അറിയുന്നില്ല, അതുപോലെയാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയും ആരും ഗ്രഹിക്കുന്നില്ല എന്ന്. ഇത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ദൈവം നമുക്ക് തന്നതാണ്. ആത്മാവാണ് നമുക്ക്. ഈശോ യോഹന്നാൻ 6:63 ഇങ്ങനെ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ. ഈ ഭൂമിയിൽ എന്നാണെങ്കിലും നമ്മൾ മരിക്കും. മരണം കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിലേക്ക് തുടരേണ്ടതിന് നമ്മുടെ ആത്മാവാണ് അങ്ങോട്ട് പോകേണ്ടത്. ശരീരവും എല്ലാം മണ്ണായിത്തീരും. നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഇടയ്ക്ക് നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മൾ ഈ സമ്പാദിച്ചു കൂട്ടുന്നതെല്ലാം അതെല്ലാം ദൂരെ എറിയും. നമ്മുടെ ആത്മാവിന് അതൊന്നും വേണ്ട. നമ്മുടെ ആത്മാവിന് ഒറ്റ ആഗ്രഹമുള്ളൂ. അത് സഭാപ്രസംഗൻ 12:7 പറയുന്നുണ്ട്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ പറയുക, ധൂളി അല്ലെ നമ്മുടെ മണ്ണിൽ നിന്നും മെനയപ്പെട്ട ശരീരമാണിത്. നമ്മൾ വിഭൂതി തിരുനാളിൻ്റെ അന്ന് നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ മടങ്ങുമെന്ന് പറഞ്ഞാൽ അതൊരു മേഖലയുണ്ട്. നമുക്ക് എത്രമാത്രം വേണമെങ്കിൽ നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നോക്കി പരിപാലിക്കാം. പക്ഷേ എന്നാണ് ഒരു ദിവസം ഈ ശരീരം വിട്ടുപോയേ പറ്റൂ. കാരണം നമ്മുടെ ആത്മാവാണ്. മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് എന്നും ആത്മാവിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു ആത്മീയത. അപ്പോൾ നമ്മൾ പലപ്പോഴും കൂട്ടായ്മ പറഞ്ഞിട്ടില്ലേ, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരു ജനത്തെ കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കുന്നുവെന്ന്. നമ്മുടെ ഭൂമിയിലായിരിക്കും എപ്പോഴും ശരീരത്തിൻ്റെ കാര്യങ്ങളും മനസ്സിൻ്റെ കാര്യങ്ങളുമാണ്, ഇല്ലേ, ഭൂമിയുടെ കാര്യങ്ങളും. അപ്പോൾ ഈശോ അതേക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് ശരിക്കും മനസ്സിലായത് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് പെന്തക്കോസ്താ നാളിൽ, നമ്മൾ ജൂൺ 8 പന്തക്കോസ്താ തിരുനാളാണ്.
2000 വർഷം മുമ്പ് തിരുസഭ ഉണ്ടായ ദിവസമാണ്. അതായത് പരിശുദ്ധാത്മാവ് കാത്തിരുന്ന 120 വന്ന് അവരുടെ ആത്മാവായ ദൈവം ശൂന്യമായിരുന്ന അവരുടെ ഉള്ളങ്ങളിലേക്ക് ആദ്യമായി ആത്മാവായ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു മുതൽ ആദ്യമായി ജോയൽ പ്രവാചകൻ പ്രവചിച്ച വചനം, ആ നാളുകളിൽ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും. ആ നാളുകളിൽ സകല ജഡത്തിൻ്റെ മേലും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഏതാനും പ്രവാചകന്മാരിലും ദൈവം തിരഞ്ഞെടുത്തവരിലൊക്കെ ദാവീദിനെ സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും ചില വ്യക്തികളിൽ മാത്രമേ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുള്ളൂ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട്. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ യേശു സകല മനുഷ്യരെയും പരിശുദ്ധാത്മാവ് നിറയാനുള്ള യോഗ്യതയിലേക്ക്, അതെ യേശു നമ്മളെ വിശുദ്ധീകരിച്ചു. നമ്മുടെ പാപങ്ങളും അശുദ്ധിയൊക്കെ കാൽവരി ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ഉള്ളം അപ്പോഴും ശൂന്യമാണ്. നമ്മുടെ ആത്മാവിൽ അത് ശൂന്യം എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുമ്പോൾ അതിങ്ങനെ വരണ്ട സ്ഥലത്തുകൂടെ മത്തായി 12 പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധാത്മാക്കളെ പുറത്താക്കി, അല്ലെങ്കിൽ സാത്താനെ പരാജയപ്പെടുത്തിയിട്ട് യേശു നമ്മളെ ക്ലെയിം ചെയ്ത് എൻ്റെതാണ്, എൻ്റെ ജനമാണ്, എൻ്റേതാണ്, ഞാൻ സൃഷ്ടിച്ച ജനമാണ്, എൻ്റേതാണെന്ന് പറഞ്ഞ് കാൽവരിയിൽ സാത്താനോട് പോരാടി. നമുക്കറിയാം സ്നേഹമാണ് യേശുവിൻ്റെ ആയുധം ഉപയോഗിച്ചത്. സ്നേഹം നിലനിർത്തിക്കൊണ്ട്, സ്നേഹവും സഹനവും കരുണയും നിലനിർത്തിക്കൊണ്ട് യേശു സാത്താൻ്റെ കയ്യിൽ ഇല്ലാത്ത ആയുധങ്ങളായിരുന്നു യേശുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്നേഹവും കരുണയും നന്മയും. അതാണ് യേശു ഉപയോഗിച്ച ആയുധം. അപ്പോൾ നമുക്ക് ഇന്ന് സാത്താനെ ജയിക്കണമെങ്കിൽ, ഭൂമിയിൽ ജയിക്കണമെങ്കിൽ ഈ ആയുധങ്ങൾ വേണം, ഇല്ലേ? ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുമെന്ന് പൗലോസ് എഫെസസ് 6 പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുമ്പോൾ ഈ ഒരു അറിവ് നമുക്കുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തരാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം നമ്മളെ ആരും ഉൾക്കൊള്ളാൻ, യേശുവിനെ ആരും ഉൾക്കൊണ്ടില്ല, എപ്പോഴും പീഡയായിരുന്നു യേശുവിന്. അതുപോലെ തന്നെ നമുക്കും ക്രിസ്ത്യാനികൾക്കും ഈ ലോകത്തിൽ ആരും അംഗീകരിക്കത്തില്ല. പക്ഷെ നമ്മൾക്ക് അംഗീകാരം കിട്ടാൻ പോകുന്നത് നമ്മൾ സ്വർഗത്തിൽ ആണ് എന്നുള്ള സത്യം. പക്ഷെ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ അത്ര ഇഷ്ടമല്ല. കാരണം നമുക്ക് ഇവിടെ തന്നെ അംഗീകാരം കിട്ടണം, ഇവിടെ എല്ലാവരും നമ്മളെ അംഗീകരിക്കണം. ഈവൻ ആത്മീയതയാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തെ അറിഞ്ഞിരുന്നുവെന്ന് എല്ലാവരും അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്കൊരു മേഖലയാണ്, നമുക്ക് അംഗീകാരം കിട്ടണം. ഇനി പണത്തിനാണെങ്കിലും എനിക്കെല്ലാം ഉണ്ട്, ഞാൻ എല്ലാവരും അംഗീകരിക്കണം എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് ആത്മീയതയിൽ നമ്മൾ ശരീരത്തിൽ ജീവിക്കുന്നവർ നമ്മുടെ ആത്മീയത ഉള്ളപ്പോൾ പോലും പറയും എല്ലാവരും തന്നെ ഞാനിങ്ങനെ ആത്മീയതയുള്ള വ്യക്തിയായിരുന്നു, എല്ലാവരും അറിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈശോയിലേക്ക് നോക്കിയോ ഒരു ആഗ്രഹമില്ല. കാരണം യേശു സത്യം അറിയാം. ഇവിടെ നിന്നും ആരെല്ലാം എത്ര ആത്മീയത ഉള്ളവരാണെന്ന് നമ്മളെ അംഗീകരിച്ചാൽ ഒരു പ്രയോജനമില്ല. നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നിത്യതയിലാണ് എല്ലാം നമ്മുടെ യഥാർത്ഥ ജീവൻ ആരംഭിക്കാൻ പോകുന്നത്. ആത്മീയമായ ദൈവത്തോടൊപ്പം പറുദീസായുടെ കണ്ടിന്യൂവേഷൻ, ഒരിക്കലും മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും നമ്മളെ തിരികെ പ്രവേശിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അതിന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ശൂന്യമായി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മത്തായി 12 പറഞ്ഞ് അശുദ്ധാത്മാവ് പുറപ്പെട്ടു പോയിട്ട് അത് എവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടേക്ക് തിരിച്ചു വരുമ്പോൾ ആ സ്ഥലം അടിച്ചു വാരി വൃത്തിയാണ്. പക്ഷെ ശൂന്യമായി കിടക്കുന്നത് കണ്ടപ്പോൾ അത് പുറപ്പെട്ടു എന്ന് തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ ഉള്ളിൽ കയറി വാസമുറപ്പിച്ചു. ആ വ്യക്തിയുടെ ജീവിതം പണ്ടത്തേതിനേക്കാൾ ശോചനീയമായി തീർന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും അത് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നതാണ് ഈശോ പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരിക്കലും ശൂന്യമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മൾ എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ കാണും, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, അങ്ങയുടെ ഈ ആരാധന സമൂഹത്തിലേക്ക് വന്ന് നിറയട്ടെ, ആ വിശുദ്ധ കാഴ്ച വെച്ചിരിക്കുന്ന അപ്പത്തോടും വീഞ്ഞിനോടും വീഞ്ഞിലേക്കും പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ശരീരരക്തങ്ങളായി രൂപപ്പെട്ടു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, ദൈവമേ നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ ഉള്ളം ശൂന്യമായി കിടക്കരുതേ. ശൂന്യമായി കിടന്നാൽ അതിലേക്ക് ദുരാത്മാ കയറും, നമ്മളെ വീണ്ടും ഉത്കണ്ഠയും ആകുലതയും നിരാശയും വാശിയും വൈരാഗ്യമൊക്കെ നമ്മൾ നിറയ്ക്കും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ചിന്ത ഇതാണ്, നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നതാണ്, നമ്മുടെ ഉള്ളം ശൂന്യമായി കിടക്കാൻ പാടില്ല. നമ്മൾ അതിനുവേണ്ടി പരിശുദ്ധാത്മ പെന്തക്കോസ്താ നാളിൽ അവരിൽ വന്ന് നിറഞ്ഞു തീജ്വാലകളായിട്ട് അവരുടെ ഉള്ളിൽ സ്നേഹമാണ് ശരിക്കും സ്നേഹത്തിൻ്റെ തീയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ ഈ ജൂൺ മാസം ആരംഭിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചിന്തിക്കാം. ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ജ്വാല. അപ്പോൾ ഈ ബൈബിളിൽ തീ എന്ന് പറയുന്നത് ശരിക്കും ദൈവ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈശോയുടെ ഹൃദയം ജ്വലിക്കുന്ന അഗ്നി പോലെയാണ്, സ്നേഹത്തിന് അതുമാത്രം ജ്വലിക്കുകയാണ്. അതാണ് കത്തുന്ന മുൾപടർപ്പ്. മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിക്കുന്ന മരം കത്തിക്കൊണ്ടിരിക്കണം, പക്ഷെ ചാമ്പലാകുന്നില്ല. അപ്പം നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും ഈ ദൈവസ്നേഹം കത്തി ജ്വലിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ പോലും
പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം കത്തിജ്വലിക്കുന്ന ഒരവസ്ഥയിലേക്ക് രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ പന്തക്കുസ്തായ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് സ്വർഗാരോഹണം, ഈ ഞായറാഴ്ച സ്വർഗാരോഹണം തിരുനാൾ കഴിഞ്ഞ് പന്തക്കുസ്ത 8-ാം തീയതി ഓർക്കുമ്പോൾ 2000 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന് അനുസ്മരണമാണ്. അതായത് നമ്മളിലും യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തത് കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. നമ്മുടെ ആരുടെ യോഗ്യതയൊന്നുമല്ല. അതുകൊണ്ട് യേശുവിൻ്റെ യോഗ്യതയാണ്. നമ്മൾ പറയണം, കർത്താവേ, നീ കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി എൻ്റെ ആത്മാവിൽ വസിക്കാൻ എനിക്ക് വേണ്ടി കൃപയെന്ന് പറഞ്ഞത്, എനിക്ക് വേണ്ടി കൃപ നേടിത്തന്ന എൻ്റെ ഉള്ളിലേക്ക് ഈശോയെ നീ പൂർണ്ണമായിട്ട് വന്നിറങ്ങി. നമുക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, എല്ലാ കൂതാശകളിലൂടെയും. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ച് നമ്മൾ നല്ലൊരു കുമ്പസാരം തീർച്ചയായും ഈ പന്തക്കുസ്തായ്ക്ക് മുമ്പായിട്ട് ഒരുങ്ങുന്നതാണ്. നല്ലൊരു കുമ്പസാരം, പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അനുദപിച്ചുകൊണ്ട്, അതുപോലെ എല്ലാവരോടും ക്ഷമിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് പരിശുദ്ധാത്മ നിറവുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. ആദിമസഭ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് അവർ പോയപ്പോൾ അവരെ ആരും അംഗീകരിച്ചില്ല. കൊറിന്തോസിൽ എന്ന പൗലോസ്, നമ്മുടെ ഇന്നത്തെ വായന അപ്പോസ്തലർ പറഞ്ഞ 16 പൗലോസ് പറയുന്നതാണ്. പൗലോസ് ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. പൗലോസിൻ്റെ ജോലി, ട്രേഡ്, നമ്മൾ പറയില്ല, നമ്മൾ ഡോക്ടറാണ്, നേഴ്സാണ്, എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ട്രേഡ് എന്ന് പറഞ്ഞ പോലെ പൗലോസിൻ്റെ ട്രേഡ് കൂടാരപ്പണിയായിരുന്നു. അതായിരുന്നു തൊഴിൽ. അപ്പോൾ പൗലോസ് കൊറിന്തോസിൽ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനെ റോമിൽ നിന്നും സീസർ എന്ന അവിടുത്തെയുള്ള എല്ലാ യഹൂദരെയും പുറത്താക്കിയപ്പോൾ ഒരേകർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഗ്രീസിൽ തിരിച്ചു വന്ന ഒരു ഫാമിലിയുടെ കൂടെ പൗലോസ് ചെന്ന് താമസിക്കുന്നതും അവരുടെ കൂടെ കൂടാരപ്പണി ചെയ്തുകൊണ്ട് അധ്വാനിക്കണം. തൻ്റെ സമ്പാദത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ഇതാണ്. നമ്മൾ ദൈവരാജ്യം അത് സൗജന്യമായി, ദൈവരാജ്യം ഒരിക്കലും നമ്മുടെ ആദായമാർഗമാകരുത് എന്നാണ് ശരിക്കും. ഇന്ന് ലോകത്തിനെ പറ്റി വലിയൊരു കുഴപ്പം അതാണ്. ദൈവരാജ്യത്തിൽ ആദായമാർഗം മാറ്റുമ്പോൾ അവരിലൂടെയൊക്കെ സാത്താൻ കയറും, നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കൃപ വിട്ടുപോകും. അപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ കൂടാരപ്പണിക്കാരനായിരുന്നു, ഞാൻ അധ്വാനിച്ചുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഞാൻ കൂടാരപ്പണി ചെയ്ത് അധ്വാനിച്ച് ഞങ്ങൾക്ക് ആഹാരത്തിനുള്ള വക ഉണ്ടാക്കിയിരുന്നു. സാബത്ത് ദിവസം ശനിയും ദിവസം അവിടെ സാബത്ത് ശനിയാഴ്ച ആയിരുന്നല്ലോ, നമുക്ക് ഞായറാഴ്ചയാണ്. അപ്പോൾ ആ സാബത്ത് ദിവസത്തിൽ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയിലും അതുപോലെ ദൈവവചന ശുശ്രൂഷയിലും അനേകരെ വചനം പഠിപ്പിച്ചുകൊണ്ടൊക്കെ ബാക്കി ദിവസം ജോലി ചെയ്തിട്ട് ബാക്കി ദിവസം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ കർത്താവിൻ്റെ വചനം, നമ്മുടെ ജീവിതം ദൗത്യതാണ്. നമ്മൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ജോലി ചെയ്യുന്നവരാണ്. ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ നമുക്ക് തമ്പുരാന് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്കുള്ള, അതായത് വചനം പ്രസംഗിക്കാനുള്ള ഒരു വിളി നമുക്കുണ്ട്, ദൗത്യം നമുക്കുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മേഖലയാണ്. അപ്പം നമ്മൾ കർത്താവിൻ്റെ വചനം നമ്മളിലൂടെ പ്രവഹിക്കുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടുകയാണ്. വെള്ളം ഒഴുകുമ്പോൾ ശുദ്ധജലം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ രോഗാണുക്കളും അല്ലെങ്കിൽ മാലിന്യങ്ങളും ഉണ്ട്. എന്നാൽ ഒഴുക്കുള്ളൊരു വെള്ളം ശുദ്ധമാണ്. ഇപ്പം നമ്മളിലൂടെ ദൈവകൃപ വചനം ഒഴുകുമ്പോഴാണ് നമുക്ക് സൗഖ്യം കിട്ടുക. അതാണ് വലിയൊരു മേഖലയാണ്. നമ്മളിലൂടെ യേശുവിൻ്റെ കൃപ പ്രവഹിക്കുമ്പോഴാണ് നമ്മളിൽ എല്ലാ മാലിന്യം, രോഗങ്ങൾ വിട്ടുപോകുന്നു, അശുദ്ധി വിട്ടുപോകുന്ന എല്ലാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവെന്ന് അറിയുന്നത്. അല്ലെങ്കിൽ ചാവുകടൽ പോലെ കെട്ടിക്കിടക്കുന്നിടത്ത് അവിടെ ജീവനില്ല, ഒഴുക്കുള്ളിടത്താണ് ജീവൻ. അപ്പോൾ നമ്മുടെ ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അത് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന, നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ജീവിത പങ്കാളിയിലേക്കൊക്കെ അത് നമ്മളിലൂടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളം മാലിന്യം എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ ഡാം കെട്ടി വെച്ചിരിക്കുന്നവരാണ്. നമ്മളൊന്ന് ഹൃദയം തുറന്നു വയ്ക്കുക എല്ലാവരുടെയും നേരെ. നമുക്ക് അനേകരോടൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ നേരെ തുറക്കാൻ പറ്റുന്നില്ല. ഹൃദയം തുറന്നുകൊണ്ട് എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണം. ഈശോയുടെ മനോഭാവമായിരുന്നു. ഈശോ ആരെയും തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈശോ ആരോടും വൈരാഗ്യം വെച്ച് പുലർത്തിയില്ല. ആർക്കും കൃപ തന്നിൽ നിന്ന് കിട്ടാതിരിക്കാൻ വേണ്ടി മറഞ്ഞു നിന്നില്ല. ആരെല്ലാം എൻ്റെ അടുക്കിലേക്ക് വന്നു. വചനം പറഞ്ഞാണ്, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ അന്വേഷിക്കുന്നവർക്കെല്ലാം, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളായി തീരാനുള്ള കൃപ അവൻ കൊടുത്തു വന്നു. ഇപ്പം നമ്മൾ ഇന്ന് യേശുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളപ്പോൾ ഒരിക്കലും നമ്മൾ അടച്ചു വെക്കരുത്. ആരോടും വാശിയും വൈരാഗ്യവും വിദ്വേഷവും വേണ്ട. ആരിലേക്കും നമ്മിലൂടെ ദൈവത്തിൻ്റെ കൃപ പ്രവഹിക്കുമ്പോൾ അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശരിക്കും. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ സ്വർഗാരോഹണത്തിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഭൂമിയിൽ സഹനമുണ്ട്, കാരണം നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പായി സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നമുക്ക് സഹനം അനുവദിക്കുന്നത്. നമ്മളത് ആഗ്രഹിക്കാം, രോഗമൊക്കെ വിട്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എന്നാണ് ഒരു ദിവസം മരിച്ചേ പറ്റൂ. മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ശുദ്ധീകരണത്തിൽ എത്രയോ നാൾ കിടന്നാലായിരിക്കും അവിടുന്ന് വചനം പ്രാപിക്കുക. പത്രോസ്ലിയ പറഞ്ഞൊരു വചനമുണ്ടല്ലോ, 1 പത്രോസ് 4-ാമത്തെ അധ്യായം
1:2 ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ശരീരത്തെ സഹിച്ചുകൊണ്ടാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് മോചനം നൽകിയത്. അപ്പോൾ നമുക്കുള്ള സഹനങ്ങളെ ഉയർത്തിപ്പിടിക്കണം. ഈശോയെ, ഈ സഹനങ്ങളിലൂടെ നീ എന്നെ വിശുദ്ധീകരിക്കുന്നവർ നന്ദി പറയുന്നു. നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ, രോഗങ്ങളൊക്കെയും വിശുദ്ധീകരണം ദൈവം നടത്തുകയാണ്. എന്തെങ്കിലും നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് പോകണം. എന്നെ ശുദ്ധീകരണത്തിൽ കടന്ന് ശുദ്ധീകരിക്കപ്പെടാനല്ല, ഈ ഭൂമിയിൽ വെച്ച് തന്നെ കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശുദ്ധിയത് എനിക്ക് വേണ്ടിയാണ് യെശയ്യാ 48 പറഞ്ഞ വചനം. നമുക്ക് കർത്താവിൻ്റെ ദൈവികാന ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. വലിയ പ്രത്യാശയോടെ, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയില്ല. ഈ ഭൂമിയിൽ ആത്മാവിൽ ഒരു വ്യക്തി 2000 വർഷം ശിഷ്യന്മാരുടെ കൂടെ നടന്ന, ശരീരത്തിൽ നടന്ന കർത്താവ് ഇപ്പോൾ ആത്മാവിൽ ഭൂമിയിൽ സഞ്ചരിക്കുന്ന, സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവാണ്. അപ്പം നമ്മൾ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ഉള്ളിൽ യേശുവിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കം, ഒരു ആഗ്രഹവും, ഒരു സമർപ്പണവും, എല്ലാവരോടും സ്നേഹത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളം സ്നേഹത്തിൽ നിന്നിരിക്കുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളെ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് പീഡയൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അതൊന്നും സാരമില്ല. ഈശോയെ, നിന്നെ പ്രതി അതെല്ലാം, ആ സഹനങ്ങളൊക്കെയും ഞാൻ നിൻ്റെ മുമ്പിലേക്ക്, എൻ്റെ കൃപ നിനക്ക് മതി, സഹനമുള്ളപ്പോൾ പോലും എൻ്റെ കൃപ നിന്നിൽ നിറയുന്നുണ്ടെന്ന് ഈശോ പൗലോസിനോട് 2:12 പറഞ്ഞ പോലെ, കർത്താവേ, അങ്ങയുടെ കൃപ സഭയ്ക്ക്, തിരുസഭയ്ക്ക്, പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ അമേരിക്കയിലെ സിറോ മലബാർ സഭ ജൂബിലി വർഷമാണിത്, 25 വർഷം ആകുകയാണ്. വലിയ കൃപയുടെ വർഷമാണ് ജൂബിലി വർഷം എപ്പോഴും. അപ്പോൾ നമ്മൾ കൂടുതൽ അഭിഷേകത്തിന് വേണ്ടി ചോദിക്കുക, കൂടുതൽ കൃപയ്ക്ക് വേണ്ടി ചോദിക്കുക, കൂടുതൽ നന്മയ്ക്ക് വേണ്ടി ചോദിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.